തീപിടുത്തം, വെള്ളപ്പൊക്കം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങി ഏത് അടിയന്തര സാഹചര്യത്തിലും സൈറൺ മുഴക്കി നമ്മുടെ രക്ഷയ്ക്കായി ഓടിയെത്തുന്നവർ, ജീവൻ പോലും പണയം വെച്ച് മറ്റുള്ളവർക്കായി കൈമേ മറന്ന് പ്രവർത്തിക്കുന്നവർ, അവരാണ് അഗ്നിരക്ഷാസേന, കേരളത്തിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. എന്നാൽ ഒരു പൂച്ചക്കുട്ടിയുടെ മുന്നിൽ ഇവർ മുട്ടുമടക്കി പിന്മാറേണ്ടി വന്നു. മണിക്കൂറുകൾ പരിശ്രമിച്ചിട്ടും പൂച്ചക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഫയർഫോഴ്സ് തോറ്റെടുത്ത് 2 വിദ്യാർത്ഥികൾ യഥാർത്ഥ രക്ഷകരായി ഹീറോയായി മാറി. പാലത്തിന്റെ വിടവിലൂടെ പൂച്ചക്കുട്ടിയുടെ കരച്ചിൽ കൂടിക്കൂടി വന്നു. ഫാത്തിമ മാതാ കോളേജിൽ പഠിക്കുന്ന സിദ്ധാർത്ഥ, ഷാരോൺ ജോർജും BCA 2ാം വർഷ വിദ്യാർത്ഥികളാണ് രക്ഷകരായി മാറിയത്. കരച്ചിൽ വീണ്ടും കേട്ടു തുടങ്ങിയപ്പോൾ വിഷമം തോന്നിയ വിദ്യാർത്ഥികൾ എങ്ങനെയും പൂച്ചക്കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. ക്ലാസ് കഴിഞ്ഞ ദിവസം വൈകിട്ട് പാലത്തിലെത്തുകയും വീണ്ടും കരച്ചിൽ കേട്ട ഭാഗം ശ്രദ്ധിക്കുകയും ചെയ്തു. ഞങ്ങൾ ഫാത്തിമ കോളേജിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ആക്ച്വലി കൊല്ലം സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവിടെ ആക്ച്വലി കമ്മീഷൻ ഓഫീസിൻ്റെ അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജിലൊരു പൂച്ചയുടെ കരച്ചിൽ ഇങ്ങനെ 2-3 ദിവസമായിട്ട്, പൂച്ചക്കുട്ടിയുടെ കരച്ചിൽ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ ഒരു പൂച്ചക്കുട്ടി പെട്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഒരു എന്താ പറയുന്നത്, ഗട്ടർ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പൂച്ചക്കുട്ടി പെട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സ് ട്രൈ ചെയ്തു. ഫയർഫോഴ്സ് അവരുടെ ബെസ്റ്റ് അവർ ട്രൈ ചെയ്തു. 2 ദിവസം ട്രൈ ചെയ്തിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫയർഫോഴ്സ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങനെ നടന്ന് കയറിയിട്ട് ഞങ്ങളൊന്ന് നോക്കി ഞങ്ങളുടെ രീതിയിൽ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ മൈൻഡിൽ തോന്നി, യൂട്യൂബിൽ ക്യാറ്റിൻ്റെ സൗണ്ട്, അതായത് ക്യാറ്റ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള വേറെ ക്യാറ്റ്സിൻ്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ട്. അത് അത്ര എഫക്റ്റീവ് ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങൾ സൗണ്ട് പ്ലേ ചെയ്തപ്പോൾ ഈ പൂച്ചക്കുട്ടി അകത്തുനിന്ന് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ, സൗണ്ട് പ്ലേ ചെയ്ത് അതിനെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് കൈയിട്ട് എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അതിനെ സൗണ്ട് പ്ലേ ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവന്നു, കൈയിട്ട് എടുത്തു. അപ്പോൾ അതായിരുന്നു ഉണ്ടായത്. എനിക്ക് നമുക്ക് ഞങ്ങൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തു, ഒരുപാട് ഡിസ്കസ് ചെയ്തു. കാരണം നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഭയങ്കര നമ്മളതൊരു ഹേർട്ട് ചെയ്യും. ഒരു ലൈഫല്ലേ അത്. നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം, അത് ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ്. അപ്പോൾ എന്താ പറയുന്നത്, ആ ഒരു മനസാക്ഷി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവശനിലയിലായ പൂച്ചയെ മൃഗാശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർ പരിശോധിച്ചപ്പോൾ പനിയുണ്ടെന്ന് അറിയിച്ചു. പിന്നീട് മരുന്നും ഇഞ്ചക്ഷനും എടുത്തു. ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞങ്ങൾ 2 ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ എനിക്ക് 3 months ഓൾഡാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് നല്ല പനിയുണ്ട്, 104 ഡിഗ്രി ആണ് സാർ പറഞ്ഞത്. ഇഞ്ചക്ഷൻ കൊടുത്തു. പക്ഷേ പൂച്ചയെ താമസിപ്പിക്കാൻ സ്ഥലമില്ലാതായി. അത് പ്രശ്നമായി മാറി. പക്ഷെ ആ പൂച്ചക്കുട്ടിക്ക് ഭാഗ്യം തുണച്ചു. മൃഗാശുപത്രിയിൽ എത്തിയ താമരകുളം സ്വദേശി ഹർഷീദ് പൂച്ചയെ വളർത്താനായി കൊണ്ടുപോയി. 3 മാസം പ്രായമുള്ള പെൺപൂച്ചയാണത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.